അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ആറാമത്തെ എപ്പിസോഡ് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാണ്ട് പോകുന്നത് ഡയോഡിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ പല ബോർഡുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ കണ്ടിട്ടുണ്ടാകും ഇതേപോലെ ഡയോഡുകൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. പിന്നെ ഈ ഡയോഡുകൾക്ക് ഇടയിലായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സംഭവം കൂടെ കാണാൻ കഴിയുന്നുണ്ടാവും, ഒരു LED ബൾബ്. ഇതെന്തിനാണ് ഇതിൻ്റെ അടി കൊടുക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കുറച്ച് കണ്ട് പറഞ്ഞു തരുന്നതാണ് LED ബൾബിൻ്റെ മറ്റൊരു നിങ്ങൾ ആരും ഇത്രയും കാലം പ്രതീക്ഷിക്കാത്ത സംഭവമായിരിക്കും ഈ LED കുറിച്ചുള്ളത്. അപ്പോൾ അതെന്തായാലും കുറച്ച് കണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും LED ഇപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഡയോഡിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, സാധാരണ രീതിയിൽ ഈ ഡയോഡുകൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരേ ദിശയിലൂടെ മാത്രം വൈദ്യുതി കടത്തിവിടാനും വേണ്ടിയാണ്. അതായത് ഒരേ ദിശയിൽ മാത്രമായിരിക്കും കടത്തിവിടുന്നുണ്ടാവുക. പിന്നെ നമുക്ക് ഇതിലൊരു ഡയോഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഡയോഡൊക്കെ വെക്കാം. നമ്മുടെ ഈ ഡയോഡിൻ്റെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണുന്നുണ്ടാവും, ഒരു ആരോ മാർക്ക്, ബാക്കി ഫുള്ളായിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാതോടും ആനോടും കാതോടും എന്താ ചിലപ്പോൾ അറിയുന്നുണ്ടാവും. ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, കാതോട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ആനോടും കാതോടും ജസ്റ്റ് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലുള്ള കാതോടാണ്, അതായത് നെഗറ്റീവ് ആകാണ് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ പോസിറ്റീവ് ആകുമെന്ന് പറഞ്ഞാൽ ഈ ഭാഗം, അതായത് ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം, കാതോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം. ഓക്കെ, ജസ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഇത് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം പറഞ്ഞ പോലെ തന്നെ ഒരേ ദിശയിലൂടെ കറണ്ട് കടത്തിയിടാനും വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡയോഡുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡയോഡിൽ തന്നെ മറ്റൊരു ഡയോഡാണ് റെക്ടിഫൈഡ് ഡയോഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ ആ റെക്ടിഫൈഡ് ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് AC വോൾട്ടേജ് ഉണ്ടല്ലോ, അതായത് നമ്മൾ സാധാരണ നമ്മൾ മെയിൻ പ്ലഗിലേക്ക് വരുന്ന നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യുന്ന കറണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ AC വോൾട്ടാണ്. DC വോൾട്ട് പറഞ്ഞാൽ നമ്മൾ സാധാരണ 9 വോൾട്ട് ബാറ്ററിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമ്മളൊരു കറണ്ട് കിട്ടും, അതായത് നമുക്ക് ഷോക്കൊന്നും അടിക്കത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള DC കറണ്ട്, മറ്റേതാണ് AC. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയോഡ് യൂസ് ചെയ്താണ് നമുക്ക് ഗ്യാസിനെ കൺവേർട്ട് ചെയ്യാണ്ട് കഴിയുന്ന കേട്ടോ. അപ്പോൾ അത്തരത്തിലൊരു പ്രോജക്റ്റ് നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് AC വോൾട്ടേജിൽ നിന്ന് നമ്മളൊരു LED ബൾബ് കത്തിക്കുന്നത്, ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്ലഗിലോട്ട് ഒരു LED ബൾബ് കണക്ട് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് കത്തിക്കുന്ന രീതിയിൽ കേട്ടോ. അപ്പം സാധാരണ എന്താ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് AC വോൾട്ടേജിന് കൺവേർട്ട് ചെയ്തിട്ട് DCയിലോട്ട് മാറ്റും, എന്നിട്ട് നമുക്ക് LED ബൾബ് കത്തിക്കുന്ന പ്രോജക്റ്റൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രോജക്റ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ ആയിട്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യാണ്ട് കഴിയുന്ന മനസ്സിലാക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഡയോഡിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരേ ദിശയിലൂടെ മാത്രമേ കറണ്ട് കടത്തി വിടുക എന്നുള്ളത്. അപ്പോൾ അതോടെ നമുക്ക് ഇതിനെ മറ്റൊരു പേര് പറയാം, അതായത് 1 വേ സ്വിച്ച് എന്ന് പറയാൻ പറ്റും കേട്ടോ. പിന്നെ ഇത്തരത്തിലുള്ള ഡയോഡൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിലിക്കൺ, ജെർമേനിയം പോലുള്ള അതൊക്കെ വെച്ചുകൊണ്ടാണ് സാധാരണ ഇതിൽ ഇത്തരത്തിലുള്ള ഡയോഡൊക്കെ ഉണ്ടാക്കാറുള്ളത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സർക്യൂട്ട്, നമ്മൾ സാധാരണ സർക്യൂട്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡയോഡുകൾ എങ്ങനെ വരയ്ക്കാറുള്ളതെന്നോടാണ് ഈ കാണിച്ചത്, ചിത്രം വരച്ചുകൊണ്ട്. അപ്പോൾ ചിത്രം ഒന്നുകൂടെ കാണുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണ് ആനോട് വരുന്നത്, കാതോട് വരുന്നുള്ള കണ്ടൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ചിത്രം കൂടെ ഒന്ന് വരച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സാധാരണ സർക്യൂട്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഈ രീതിയിലായിട്ട് വരയ്ക്കാം. അതായത് ഈ ഭാഗത്ത് ആനോട് വരും, ഈ ഭാഗത്ത് കാതോട് വരും, അതായത് നെഗറ്റീവും പോസിറ്റീവും വരും. പിന്നെ സാധാരണ ഡയോഡൊക്കെ ഈ രീതിയിലാണ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സർക്യൂട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ ഡയോഡ് അതിനെ അടയാളപ്പെടുത്തുന്ന കാര്യം മനസ്സിലായിരിക്കുന്നു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു LED കേസ് എടുക്കാം കേട്ടോ. അപ്പോൾ LED എന്താണ് ഇതിൻ്റെ ഇടയിൽ കൊടുന്ന് വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ഈ LED സത്യം പറഞ്ഞാൽ ഒരു ഡയോഡാണ്. അപ്പോൾ LED ഫുൾ ഫോം നമുക്ക് ആദ്യം നോക്കേണ്ടതുണ്ട്. LED ഫുൾ ഫോമാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് വരുന്നത്. പിന്നെ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ എങ്ങനെ നോക്കുക മനസ്സിലായി ഒന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ LED പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ നോക്കുക വെച്ചാൽ ഇതിൽ ഏറ്റവും നീളം കൂടിയ ഒരു കാല് കണ്ടോ, അതായത് നമ്മൾ LED ഏറ്റവും നീളം കൂടിയിട്ടുള്ള കാലാണ് പോസിറ്റീവ് എന്നുള്ളത്. പിന്നെ മറ്റേതാണ് നെഗറ്റീവ് എന്നുള്ളത്, നീളം കുറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ LED ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു യെല്ലോ കളർ ആയതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ കാണുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇനി എടുത്ത് നോക്കാം കേട്ടോ. അതായത് ഇവിടെ കുറച്ച് കട്ടി കൂടിയുണ്ടാവും, അതായത് കുറച്ച് ഹൈറ്റൊക്കെ ഉള്ളത്, അതായിരിക്കും പോസിറ്റീവ് ഉണ്ടാവുക. ഒന്ന് കട്ടിയും സൈസൊക്കെ കുറഞ്ഞിട്ടുള്ളതായിരിക്കും നെഗറ്റീവ് ഉണ്ടാവുക. പോസിറ്റീവ് നീളം കൂടിയത് പോസിറ്റീവ്, മറ്റേ നെഗറ്റീവും. പിന്നെ ഫുൾ ഫോം LED ഫുൾ ഫോമാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ LED കുറിച്ച്, നമ്മുടെ ഡയോഡിനെ കുറിച്ചൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ബേസിക് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്തായാലും ഇനി അഡ്വാൻസ്ഡ് ലെവൽ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിലാക്കാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യം ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയാണ്ടായിരുന്നു ഇത്ര രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓവറോൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നാളെ കാണാം. ഓക്കെ, താങ്ക് യു.